എന്താണ് പേഴ്സണൽ സക്സസ്? വ്യക്തമായിട്ട് പറഞ്ഞാൽ പേഴ്സണൽ സക്സസ്സിലേക്ക് 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരാൾ പേഴ്സണൽ സക്സസ് ആവുന്നത്. ഒന്ന്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളുടെ പെരുമാറ്റത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ. നമ്പർ 1, അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? എല്ലാവരോടും സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, സോഫ്റ്റായിട്ട് പെരുമാറുക. അതിലൂടെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളുടെ നാവിൻ്റെ കൺട്രോളില്ലായ്മ, നമ്മൾ എത്രയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദേഷ്യപ്പെടൽ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയുന്നതിലൂടെ നമ്മളെ പലരും, നമ്മൾ ആഗ്രഹം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ പോലും നമ്മളാർക്കും ഇഷ്ടമില്ല. കാരണം എന്താ? നമ്മളെ പെരുമാറ്റത്തിൽ കൺട്രോൾ നമുക്കില്ല. രണ്ടാമത്തെ സ്റ്റേജാണ് ക്ലാരിറ്റി ഓൺ ദ മിഷൻ. അപ്പം അത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിലൂടെ നമ്മൾ നേടേണ്ടത് എന്താണ്? അടുത്ത ഹാബിറ്റിലേക്ക് നമ്മൾ കിടക്കും. പേഴ്സണൽ മിഷൻ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കുക എന്നത് നമുക്ക് പല മിഷനിലും വർക്ക് ചെയ്യാം. ചില ആളുകൾ ഫാമിലി സെൻട്രിക് ആയിരിക്കും. എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഭാര്യ, മക്കൾ, ഇവരെ ഹാപ്പി ആക്കുക എന്നതാണ് എൻ്റെ ഫോക്കസ്. അതിന് ചിലപ്പോൾ നല്ല ജോലി വിട്ടിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് അച്ഛനും അമ്മമാർ മിനിമം ജീവിതമാണ്, മിനിമം ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് ആ ജോലിയെല്ലാം ഒഴിവാക്കി അവസാന കാലത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ ഉണ്ടാവണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് വരും. കാരണം അയാളുടെ മിഷൻ എന്താ? എൻ്റെ അച്ഛനെയും അമ്മയെയും എനിക്ക് ഏറ്റവും നന്നായിട്ട് നോക്കണം. അതാണ് എൻ്റെ പേഴ്സണൽ മിഷൻ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ഒരാളെ വിളിക്കണം, എടാ വാട 2 അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിളിക്കുന്നിടത്തേക്ക് പോകുന്നു, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിലേക്ക് പോകുന്നു, നമ്മൾ ചെയ്യേണ്ടതല്ലാത്ത കാര്യത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് നമ്മളുടെ ഇമോഷനും നമ്മുടെ ആക്ഷനും കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, നമ്മൾ മെച്യൂരിറ്റി നേടിയിട്ടില്ല. രണ്ടാമത്തതോ, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഡിഫൈൻ ചെയ്ത് ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് വെറുതെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ചെയ്യലല്ല. ഓരോ പുലർച്ചയ്ക്കും ഒരു കാരണം ഉണ്ടാവും, ഓരോ മണിക്കൂറിൽ ചെയ്യുന്ന കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും. കാരണം നമുക്ക് ബോധ്യം ഉണ്ടാവും, എൻ്റെ ആയുസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ടതിൽ നിന്നാണ് ഓരോ മണിക്കൂറും ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മണിക്കൂറിൽ ചെയ്യേണ്ടതേ ഞാൻ ചെയ്യാവൂ, ചെയ്യാൻ പാടില്ലാത്തതിൽ നിന്ന് നോ പറയാൻ സ്മൂത്തായിട്ട് പറ്റണം. യെസ്, നോ. മൂന്നാമത്തെ കാര്യമാണ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ ആവശ്യമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് മാത്രം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും നമ്മളുടെ കാര്യങ്ങളിൽ, നമ്മുടെ സമയത്തിലും നമ്മുടെ പെരുമാറ്റത്തിൻ്റെയും നമ്മളുടെ ഡയറക്ഷനും നമ്മൾ ക്ലിയർ ആയി അതിനനുസരിച്ച് ജീവിക്കാവുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ പ്രൈവറ്റ് വിക്ടറി എന്ന് പറയുന്നത്.